ദൈവത്തിന്റെ വചനം ക്ലിയറായി പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായി ഭർത്താവ് പറഞ്ഞാലും ഭർത്താവിനപ്പുറത്ത് കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കണം. എന്നാൽ കർത്താവ് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ വരേണ്ടത് ആരായിരിക്കണം? ഭർത്താവായിരിക്കണം. ഈ സബ്മിഷൻ ഭർത്താവ് തരുന്ന ഡയറക്ഷൻസിന്, ഭർത്താവ് പറയുന്ന, ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഭർത്താവ്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഭർത്താവ്, നിങ്ങളുടെ മുകളിലെ ലീഡർഷിപ്പ് എന്ന പൊസിഷനിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ ഡയറക്ഷൻ അംഗീകരിപ്പാൻ, പരമാവധി അദ്ദേഹത്തിന്റെ തന്നെ ഫൈനൽ വേർഡുകൾ അംഗീകരിപ്പാൻ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൽ അതിന് കടപ്പാടുണ്ട്. അത് ദൈവവചനം പറയുക. സബ്മിഷനിലും 3 കാര്യങ്ങളുണ്ട്. ലീഡർഷിപ്പിൽ 3 കാര്യങ്ങൾ പറഞ്ഞതുപോലെ സബ്മിഷനിലും 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 2 പേർക്കും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? സ്നേഹം. സ്നേഹമാണ്. Because you are called or you are chosen, you are taken to be a partner with the man. പുരുഷനുമായിട്ട് എന്തായി തീരാനാണ്? പാർട്ട്ണറാകാനായിട്ടാണ്. ഈ പാർട്ട്ണർഷിപ്പിൽ ഹസ്ബൻഡ് ഭാര്യയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിനെ സ്നേഹിക്കണം. സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കാൻ കോമ്പീറ്റ് ചെയ്യണം. പരസ്പരം സ്നേഹിക്കാൻ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ഒന്ന് മത്സരിച്ച് നോക്കാൻ. വീട്ടിൽ പിശാച് കയറത്തില്ല. നിങ്ങളുടെയൊക്കെ വീടുകളിൽ, നമ്മുടെ വീട്ടിൽ പിശാച് കയറാനുള്ള ഒരു വലിയ ഡോർ എന്ന് പറയുന്നത്, നമ്മൾ തുറന്നിട്ടിരിക്കുന്ന ഒരു വലിയ വാതിൽ എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഐക്യതയില്ലായ്മയാണ്. അതെവിടെ? സാറ് നമ്മൾ യൂണിറ്റിയെ പറ്റി സഭയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റി ഇല്ലാത്തടത്ത് ശത്രു കയറിയിരിക്കും, അല്ലേ? അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം അതാണ്. ചരിത്രം ഏത് രാജ്യത്തും ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തെ ചിത്രിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? സിവിൽ വാറുകളാണ്. പുറത്തു നിന്നുള്ള വാറിനേക്കാൾ, പുറത്തു നിന്നുള്ള അടിയേക്കാൾ, പാകിസ്ഥാന് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു യുദ്ധത്തേക്കാൾ ആ ഇന്ത്യ നശിക്കാൻ കാരണമായി തീരുന്നത് ഇന്ത്യയിൽ നടക്കുന്ന കമ്മ്യൂണൽ റൈറ്റ്സ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന, പരസ്പരം നടക്കുന്ന യുദ്ധമാണ്. അങ്ങനെ കർത്താവ് തന്നെ അത് പറഞ്ഞു. ഏത് യൂണിറ്റ് തന്നെത്താൻ ഫൈറ്റ് ചെയ്തെയും അത് ചിത്രിച്ച് നാശമായി പോകും. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം നരകമാക്കി തീർക്കാൻ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും വലിയ വാതിൽ തുറക്കുന്നത് ആര് ജയിക്കും എന്നുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. ഐക്യതയില്ലായ്മ. അവിടെ വരുമ്പോൾ പിശാചിന് നല്ല വാതിലാണ്. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്ക്, ഭാര്യയും ഭർത്താവും കർത്താവിന് ഉചിതമാകണം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ദൈവത്തെ സെൻട്രലാക്കി, നമ്മൾ ഫാമിലിയെ പറ്റി പഠിച്ചപ്പോൾ ഞാനിവിടെ അതിന്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചു. ദൈവത്തെ സെൻട്രലാക്കിക്കൊണ്ട് ഐക്യതയോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, പിശാച് വന്നിട്ട് പേടിച്ച് തിരികെ പോകും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദൈവത്തെയാണ് സെന്റർ ആക്കിയിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിലും അതിന്റെ ഡിസിഷൻ മേക്കിംഗ്, അതിന്റെ ത്രോൺ കൊടുത്തിരിക്കുന്നത് ദൈവത്തിനാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരു തീരുമാനത്തിൽ വന്നാലും ഫൈനൽ വേർഡിന് വേണ്ടി അവർ ദൈവസന്നിധിയിൽ പോകും. അതാണ് ഒരു ദൈവഭക്തിയുള്ള ഭവനത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. മേക്കിംഗ് എവറി എഫേർട്ട് ടു മേക്ക് ദ ഹസ്ബൻഡ് ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ. ഭർത്താവിനെ ഹാപ്പി ആക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ, കംഫർട്ടബിൾ ആക്കാൻ സർവശ്രമവും ഭാര്യയിൽ നിന്ന് ഉണ്ടായിരിക്കണം. വീട്ടിൽ ഓഫ് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ, വീട്ടിലിരുന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റാണെങ്കിൽ ഭർത്താവ് വരുമ്പോൾ, ഇന്നലെ ഞാൻ തിരിച്ചു പറഞ്ഞു, എന്നാൽ ഇന്ന് ഭർത്താക്കന്മാരോടുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞെങ്കിലും ഭാര്യമാരോട് ഞാൻ പറയട്ടെ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് അല്ലെങ്കിൽ വരുന്ന വാക്കിന് ഇത്രയും താമസിച്ച എന്താണെന്ന് പറഞ്ഞ് ചൂടാകട്ടെ, അത് വീണ്ടും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന് പകരം മറ്റൊരുപാട് കാര്യങ്ങളൊന്നും കണക്ട് ചെയ്ത് ചിന്തിച്ച് തല ഭ്രാന്താക്കുന്നതിനേക്കാൾ എന്തോ പറ്റി താമസിക്കാൻ, വഴിയിൽ ട്രാഫിക് ആയിരുന്നോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ
നിന്നോട് ഒന്ന് ചൂടാകണമെന്ന് വെച്ച് വരുന്ന ഭർത്താവാണെങ്കിൽ പോലും ഒരു വാക്കും എതിര് പറയാതെ ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയെ കാണാൻ ഇടയാകുന്നല്ലോ എന്ന് വിചാരിച്ച് അവർ സന്തോഷിക്കാൻ ഇടയാക്കി. അവന്റെ ആക്ഷൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ചില വീടുകളിൽ ഭാര്യമാരെ കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാർ എന്ത് ചെയ്താലും അതിനൊരു പോരായ്മ പറഞ്ഞവർ അടങ്ങത്തുള്ളൂ. അതിനൊരു പോരായ്മ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എത്ര നല്ല ചാപ്പാട് വെച്ചാലും പഴത്തിന് ഉപ്പില്ലെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. നീ വെച്ച പഴത്തിന് എന്തോ ഇല്ല, ഉപ്പില്ല. അതൊരു സുഖമാണ്. ഒരു ഞരമ്പ് രോഗിക്ക് ഉണ്ടാകുന്ന ഒരു സുഖം പോലെ. അവർക്ക് ഭാര്യ ഒരു വാക്കിൽ ഭക്ഷണത്തിനൊരു കുറ്റം പറഞ്ഞ് അതിൽ 10 പേരുടെ മുന്നിൽ വെച്ച് ഒന്ന് കളിയാക്കിയില്ലെങ്കിൽ, ഒന്ന് കൊച്ചാക്കിയില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ തിരിച്ചും അതുപോലെ നമ്മുടെ സാധാരണ നിലയിൽ ഭർത്താവ് ചെയ്യുന്ന എല്ലാത്തിലും അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ഒരു പക്ഷെ അവൻ കയറിയെന്ന് വരത്തില്ല. എന്നാൽ നീ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി എടുത്തു പോയി സാധനങ്ങൾ വാങ്ങിച്ച് അതെല്ലാം വണ്ടിയിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാനായിട്ട് കൊണ്ട് തരുന്ന ഒരു ഭർത്താവ് അങ്ങനെ ഉള്ളപ്പോ വീട്ടിൽ വന്ന ഉടനെ പറയരുത് ഇതുപോലെ ഒരു സ്നേഹവും ഇല്ല, ഒരുങ്ങി കെട്ടി അങ്ങ് ഇറങ്ങിപ്പോകും, ഞാൻ മാത്രം ഇവിടുന്ന് എന്ത് ചെയ്യണം, കുക്ക് ചെയ്യണം. നീ കുക്ക് ചെയ്യാൻ സാധനം എത്തിച്ചത് ഭർത്താവാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പം വീട്ടിൽ ഭർത്താവ് എന്ത് ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാൾ വീട്ടിൽ വരുന്ന ഭർത്താവിനോട് എന്ത് ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാൾ എന്ത് ചെയ്തെന്ന് പറയാൻ ഭാര്യമാർ പഠിക്കണം. അതൊരു എന്ത് ചെയ്തു, എന്താണ് പലപ്പോഴും ഭാര്യയും ഭർത്താക്കന്മാർക്ക് ദേഷ്യം വരാൻ അവരെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നതിന്റെ ഓരോ റോള് ഭാര്യമാരുടെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ വന്ന് കയറുമ്പോൾ കിട്ടുന്ന വാക്ക്, ജോലിയിൽ നിന്നുള്ള ടെൻഷനും ഒക്കെ പിടിച്ചായിരിക്കാം വീട്ടിലോട്ട് വന്ന് കയറുന്നത്. വന്ന് കയറുമ്പോൾ കിട്ടുന്ന കംപ്ലൈന്റുകള്, വിമർശനങ്ങള്, ഇതെല്ലാം അവരെ ദേഷ്യപ്പെടുത്താം. അവർ മനുഷ്യരാണ്, ദേഷ്യപ്പെടുത്താം. പല തരത്തിൽ അത് എക്സ്പ്രസ് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. ചിലർ മിണ്ടാതെ കയറിയാൻ പോകും, ചിലർ കുറെ നേരത്തേക്ക് ഇറങ്ങി വരത്തില്ല, ചിലർ തിരിച്ചൊരു മറുപടി പറഞ്ഞിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് വീടുകൾ. അപ്പൊ ഭർത്താക്കന്മാര് നല്ല ഉറപ്പ് മനസ്സിൽ വേണം, എന്റെ ഭർത്താവ് എന്റെ തലയാണ്, അല്ലാതെ ഭർത്താവിന്റെ തലയിൽ നമ്മൾ കയറരുത്. അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഭർത്താവ് എന്റെ തലയാണ്, എന്റെ ലീഡറാണ് എന്നുള്ള ബോധ്യം ഭാര്യമാർക്കുണ്ടായിരിക്കണം. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നിനക്കായിരിക്കാം വിദ്യാഭ്യാസം കൂടുതൽ, നീ 6 ആയിരിക്കാം, ഭർത്താവ് 5 കാണത്തുള്ളൂ. നീ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കാം, ഭർത്താവ് പഠിച്ചിട്ടും ചിലപ്പോൾ ജോലി കിട്ടിയില്ലെന്ന് വരും. അല്ലെങ്കിൽ അവന്റെ പ്രൊഫഷൻ ഇവിടെ ചിലപ്പോൾ ജോലി സാധ്യത ഉള്ളത് ആണെന്ന് വരത്തില്ല. ജോലിയുടെ അടിസ്ഥാനത്തിലോ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലോ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലോ കാശിന്റെ അടിസ്ഥാനത്തിലോ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ തലയെ ആണെന്ന് പറഞ്ഞ ഭർത്താവിനെ കാലിന്റെ കീഴിൽ കൊണ്ടുവരരുത്. ഭർത്താവ് ഇരിക്കേണ്ടത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ അവൻ സ്ത്രീക്ക് ഫങ്ഷണൽ റോളിൽ തലയായിട്ട് ദൈവത്തിന്റെ ഡിസൈനിൽ ദൈവം ആക്കി വെച്ചിരിക്കുക. ഇനി സഹോദരിമാരോട് ചോദിക്കുക, പാസ്റ്ററെ അങ്ങനെ വെക്കാൻ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ മുട്ടയിലിരുന്ന് ദൈവത്തോട് ചോദിച്ചാൽ, കാരണം ഇത് പാസ്റ്റർ അല്ല ഈ വെച്ചത്, ദൈവം വെച്ചതാണ്. അപ്പൊ ദൈവം മുകളിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്തിനാ പാസ്റ്ററെ അങ്ങനെ വെച്ചതെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ വേണേ അതിന് തന്നെ 40 ദിവസം ഉപവാസം എടുത്തോ, ദൈവം നമ്പുരാൻ മറുപടി തരും. കാരണം ദുഷ്ടന്റെ കണ്ണ് തെള്ളിയിരിക്കുകയും അവന്റെ വയറ് വീർത്തിരിക്കുകയും അവന്റെ ശരീരം പുഷ്ടി വെച്ചിരിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് പിടികിട്ടാൻ ആസാമിന് ദൈവ സന്നിധി ചെന്നപ്പോൾ മറുപടി കർത്താവ് കൊടുത്തെങ്കിൽ എന്തിനായി പുരുഷനെ എന്റെ തലയിൽ വെച്ചതെന്ന് ചോദ്യവുമായി വിതുമ്പലോടെ ഇരിക്കുന്ന സഹോദരിമാർ നമ്മുടെ ഇടയിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങനെ എന്തിനാ പാസ്റ്ററെ വെച്ചതെന്ന് ചോദ്യമുണ്ടെങ്കിൽ 40 അതിൽ കൂടുതലോ ഉപവാസം എടുത്ത് ദൈവസന്നിധി ചോദിച്ചാൽ മതി. ദൈവത്തിന്റെ പ്ലാനിൽ വലിയ മർമ്മത്തിൽ ദൈവം അങ്ങനെ ആക്കി വെച്ചത്. അത് ദൈവത്തിന്റെ ചോദ്യത്തെ, പ്ലാനിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. തിരിച്ചായിരുന്നെങ്കിൽ തിരിച്ചു ചോദിച്ചേനെ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെയും ചോദ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാത്ത കാര്യമായതുകൊണ്ട് ദൈവം തമ്പുരാൻ
ഏറ്റവും പെർഫെക്റ്റ് എന്ന് കണ്ട പ്ലാൻ മനുഷ്യന്റെ കുടുംബത്തിന് വേണ്ടി സർവശക്തനായ ദൈവമാക്കി വെച്ചു. രണ്ടാമത്